ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൂ പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. പൂ പോലത്തെ എന്ന് വെറുതെ പറയുന്നതല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനനുസരിച്ചൊരു സാമ്പാറാണ്. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സാമ്പാറും ഉണ്ടാക്കാം. ഇഡ്ഡലി ആവിക്ക് വെക്കുമ്പോഴേക്കും നമുക്ക് സാമ്പാറിൻ്റെ പണിയും കഴിയും. അത്ര എളുപ്പമായിട്ട് നമുക്ക് ചോറിനും എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ അരിയാണ് ഇവിടെ എടുത്തത്. 1.5 ഗ്ലാസ് ഇഡ്ഡലി അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അളവെടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉഴുന്നും പരിപ്പ് എടുക്കണം. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് ഞാനൊരു 3/4 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് അങ്ങനെ എടുത്താൽ മതി. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഞാൻ ഇതിലിടുന്നുണ്ട്. ഞാനിവിടെ ഉലുവ ഇടലുണ്ട്. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് നല്ലോണം കഴുകി കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മളത് ആട്ടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കഴുകിയിട്ട് വെക്കാൻ പറയുന്നത്. അങ്ങനെ കഴുകി ഞാൻ അരിയുടെ മുകളിൽ വരത്തക്ക വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ ഇങ്ങനെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെ അതൊന്ന് കുതിർത്തെടുക്കണം. അപ്പോഴേക്ക് പച്ചരിക്ക് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ വെച്ച് അരയ്ക്കുക, അല്ലെങ്കിൽ മിക്സി വെച്ച് അരയ്ക്കുക. ഞാൻ മിക്സി വെച്ചിട്ടാണ് അരച്ചത്. കുറച്ചൊന്ന് അരിയാകുമ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാൻ മിക്സി വെച്ചിട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സി ഇനി ചൂടാവുന്നുള്ളൊരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് അരച്ചെടുക്കുക. അങ്ങനെ ഞാനെല്ലാം 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മാവ് ഒരിക്കലും ചൂടാവരുത്. മിക്സിയുടെ ചൂടുകൊണ്ട് നമുക്ക് ചൂടായാൽ പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലി ഇങ്ങനെ ഒരു വല്ലാണ്ട് ഒരു കട്ട പോലെയാവും കേട്ടോ. അപ്പോൾ സോഫ്റ്റ് കിട്ടൂല. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്ക് നമുക്കതൊന്ന് തുറന്നു നോക്കാം. രാത്രിയാണ് ഞാൻ അരിയാട്ടി. രാവിലെ ആകുമ്പോഴേ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. നമുക്കൊരു സ്പൂൺ അടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മളെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല സ്പൂൺ കേട്ടോ, നല്ലോണം നല്ല മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, രാവിലെ ഉപ്പിടണം. രാത്രി ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പിട്ട് വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ രാത്രി ഭയങ്കര പുളിയായിരിക്കും ഉപ്പിട്ട് വെച്ചാൽ ഇഡ്ഡലി. അപ്പോൾ രാവിലെ ഉപ്പിട്ട് വെച്ചാൽ അത്ര പുളിയൊന്നും ഉണ്ടാവില്ല, നല്ല ഇഡ്ഡലി ആയിരിക്കും. അങ്ങനെ ഞാൻ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. രാവിലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ചുടാനാവുന്ന സമയമാകുമ്പോഴേക്കും ഇതൊന്നും കൂടി പൊന്തി വരും. പിന്നെ ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ചുടാൻ കാലത്ത് ഞാൻ എടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചുടാൻ കാലത്ത് നല്ലൊരു വലിയ കയ്യിലെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, പിന്നെ ഇളക്കണം എന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം മാവിലേക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ആവിക്ക് വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി ആയിരിക്കും കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് സാധാ പരിപ്പ് എടുത്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം, ഏത് പരിപ്പ് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഈ പരിപ്പാണ് ഞാനിവിടെ എടുത്തത്. ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ പരിപ്പ് നല്ലോണം വെന്തുടയണം, വേവാതെ എടുക്കരുത്. പരിപ്പ് നല്ലോണം വേവിക്കുന്ന കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ നല്ലോണം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം. പരിപ്പ് നല്ലോണം ഉടച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നല്ലോണം. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടി ഉണ്ടാവും പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. കാരണം കഷ്ണങ്ങളൊക്കെ ഇടുമ്പോഴേക്കും ഒന്നും കൂടി ടൈറ്റ് ആവും സാമ്പാർ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. അപ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 10ഓ 15ഓ വെണ്ട എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം. അത് കഴിഞ്ഞ് പുളി ഇവിടെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തക്കാളിയാണ് ഇവിടെ എടുത്തത്. പുളി ഇത് രണ്ടും കൂടി ഞാൻ ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇനി കുക്കർ അടച്ച് വെക്കേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിനെ അടച്ച് വെക്കേണ്ട. അപ്പോൾ ഈ വെണ്ടയും തക്കാളിയും കൂടി വേവുന്ന ടൈം ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ ആകെ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പരിപ്പൊക്കെ തലേ ദിവസം വേവിച്ച് വെക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ പിന്നെ ഈ കഷ്ണങ്ങൾ വേവാനുള്ള ടൈമേ ഉള്ളൂ. കുറച്ച് ഉപ്പ് പൊടി ഇട്ടു. അത് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് പിന്നെ ഞാനൊരു 3 സ്പൂണ് സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. ഞാനിവിടെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന നല്ല ഏതാണെന്ന് വെച്ചാൽ ഏത് സാമ്പാർ പൊടിയാണെങ്കിലും 3 സ്പൂണോളം സാമ്പാർ പൊടി ഇട്ട്
പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ട് 1/4 സ്പൂൺ മാത്രം മതി, കൂടുതലാവരുത് കായപ്പൊടി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് മതി കേട്ടോ. സാമ്പാർ പെട്ടെന്ന് അടിപൊളി സാമ്പാറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ. പുളി ഒഴിക്കരുത്, പിന്നെ വേറെ ഒന്നും അരക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇഡ്ഡലിക്ക് സാമ്പാർ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വറവിടാം. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഉലുവയും 2 കറിവേപ്പിലയും പിന്നെ ഒരു ഉണക്കമുളകും കൂടി ഇട്ടിട്ട് അതിലേക്കൊന്ന് വറവിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് സാമ്പാറും ഇഡ്ഡലിയും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കുന്നതിൽ എളുപ്പമായിട്ട് ഈ സാമ്പാർ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഹോട്ടലിൽ അതേ ടേസ്റ്റോടുകൂടി നിങ്ങൾക്ക് ഈ സാമ്പാർ കൂട്ടാം. നല്ല കൊഴുപ്പുള്ള സാമ്പാറാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയിലേക്ക് ഒരു സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ ഒരു ഇഡ്ഡലി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സാമ്പാറും ഇഡ്ഡലിയാണ് കണ്ടത്. ഇതുപോലെ സോഫ്റ്റായ ഇഡ്ഡലിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.